ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കിഴങ്ങ്. അത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് അതൊരു ഫോർക്ക് വെച്ചോ ഒരു സ്പൂണ് വെച്ചോ എന്തെങ്കിലും പൊട്ടറ്റോ സ്മാഷർ ഉണ്ടല്ലോ, എന്തെങ്കിലും വെച്ചിട്ട് അത് ഇതുപോലെ പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കണം, കട്ടയില്ലാതെ പൊടിച്ചെടുക്കണം. പുഴുങ്ങിയ കിഴങ്ങാവുമ്പം എളുപ്പം അത് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അത് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്കിനി ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇതിൻ്റെ കൂട്ട് അത് ഓരോന്നായിട്ട് നമുക്കിപ്പോൾ ചേർക്കാം. ആദ്യം തന്നെ ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കറിവേപ്പില അരിഞ്ഞത്, അതെല്ലാം മല്ലിയില ചേർക്കാം, കുരുമുളക് പൊടി, കോൺഫ്ലവർ. ഇതിനൊന്നും ഞാൻ അളവിനി പറയുന്നില്ല. ഒരു ചീസ്, ഇവിടെ ചീസുണ്ട്, അപ്പോൾ ചീസാണ് എടുത്തിരിക്കുന്നത്. അത് ഏത് ചീസ് വേണേലും എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് ആ കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യും. ചൂടോടായതുകൊണ്ട് ആ ചീസ് മെൽറ്റായിട്ട് പാത്രത്തിലൊക്കെ നല്ല മെഴുമെഴുപ്പാണ്, കയ്യിലും പറ്റും. അത് നമ്മളിപ്പോൾ എന്ത് ശ്രമിച്ചാലും പറ്റും, അത് ചെയ്തേ പറ്റത്തുള്ളൂ. സ്പൂൺ കൊണ്ട് ഒരുമാതിരിയൊക്കെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൈ കൊണ്ട് തന്നെ വേണം നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പും ഒന്ന് നോക്കിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ കുഴച്ച് എടുക്കണം. അഥവാ ഇത് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു അല്പം എണ്ണയോ എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ തടവിയിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അവിടെ പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചീസാണ്. കിഴങ്ങിന് ചൂടുണ്ടായിരുന്നതുകൊണ്ട് ആ ചീസ് മെൽറ്റായിട്ട് അതെല്ലാം പാത്രത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല, അത് കാര്യമാക്കണ്ട. അത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് എടുക്കണം. എണ്ണ തടവി ഇത് കുഴയ്ക്കുമ്പോൾ കയ്യിൽ അങ്ങനെ വലുതായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് അത് നന്നായിട്ട് കുഴച്ച് ഉപ്പും മസാലക്കൂട്ടുകളും എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അത് ഈ 2 കിഴങ്ങ് വെച്ചിട്ട് ആവശ്യത്തിന് കിട്ടും, ആവശ്യത്തിന് ബോൾസ് കിട്ടും. ചെറിയ ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ 17 ബോൾസോളം ഈ 2 കിഴങ്ങ് കൊണ്ട് നമുക്ക് കിട്ടും. അത് ബോൾസിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണെങ്കിൽ എണ്ണം കുറയും. ഈ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് നമ്മൾ ഉരുട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 17 ബോൾസ് കിട്ടും. കുട്ടികൾക്ക് ആവശ്യത്തിന് കഴിക്കാനും കിട്ടും. എന്നിട്ട് ഒരല്പം മൈദ കലക്കി ഈ ഓരോ ബോൾസും മൈദയിൽ മുക്കി നമ്മുടെ വെർമിസെല്ലി ഉണ്ടല്ലോ, വെർമിസെല്ലിയുടെ കൂട്ടിലിട്ടിട്ട് ഇങ്ങനെ അത് കവർ ചെയ്ത് എടുക്കണം. അതിലിട്ട് നന്നായിട്ട് ഉരുട്ടി കവർ ചെയ്തെടുത്തിട്ട് വെർമിസെല്ലിയുടെ കൂട്ടെന്ന് പറയുന്നത് വെർമിസെല്ലിയിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. വെർമിസെല്ലിയിലിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ അത് ഗോൾഡൻ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആകരുത്, കരിഞ്ഞും പോരുത്. അത് തിരിച്ച് മറിച്ച് വിട്ട്, കാരണം കിഴങ്ങ് നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഈ പുറത്ത് കൊടുത്തേക്കുന്ന ഈ വെർമിസെല്ലിയുടെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഓവർ ഫ്രൈ ആയി പോവുകയും ചെയ്യരുത്. ഇത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുത്താൽ അവരെ കഴിച്ചോളും. ഈ വെർമിസെല്ലിയുടെ കവറിങ് ഇല്ലാതെ തന്നെ നമുക്കിത് ബോൾസ് പോലാക്കി ഉണ്ടാക്കിയെടുക്കാം. കോൺഫ്ലവർ ഇല്ലാത്തവർ അരിപ്പൊടി ചേർത്താൽ മതി. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി. ബാക്കി എല്ലാ വിഭവങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയല്ലേ ഞാൻ ചേർത്തേക്കുന്നത്. വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ഫ്രൈ ആക്കിയെടുക്കണം. നല്ലൊരു സ്നാക്സാണ്, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനകത്തുള്ള കുരുമുളകിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ ഫ്ലേവർ. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ അതിന് പകരം പച്ചമുളക് ചേർത്താലും മതി. അത് ചേർത്തും ഉണ്ടാക്കാം. ഒരു ഇൻഗ്രീഡിയൻസിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് കാണുമല്ലോ. അപ്പോൾ കിഴങ്ങ് വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം. അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു വിഭവമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.